ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്തതെന്ന് അക്ബർ പറയാൻ ആ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. നുണ പറയുന്നില്ലേ അപ്പാനി പറയാണ്. അപ്പാനി അക്ബറും കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത്. ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് അവൾ ഈ കളിക്കേണ്ടത്. തമാശ പറഞ്ഞാണെന്ന് അളിയാ അവൾ പറയുക. നീ എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തമാശ പറഞ്ഞാണെന്ന്. പിടിക്കപ്പെടുമ്പം തമാശ അക്ബർ പറയാ. പിടിക്കപ്പെട്ട തമാശ അതാണ്, പിടിക്കപ്പെട്ടില്ലെങ്കിൽ അത് തമാശയല്ല അക്ബർ പറയാ. അപ്പം ബിൻസി ചോദിച്ചേട്ടാ അനീഷിനോടൊപ്പം നിങ്ങൾ കാണിക്കുന്നത്? അക്ബർ പറയാം അവളത് വെപ്പണായിട്ട് ഉപയോഗിച്ചതാണ്, അവളത് ആയുധമാക്കിയതാണ്. പിടിക്കപ്പെട്ടപ്പോൾ തമാശ. നാട്ടിൽ കുറച്ച് തമാശ കാണിക്കുന്ന ടീമുണ്ട്. അവർ പിടിക്കപ്പെട്ടാൽ പറയും മോഷണമൊക്കെ കാണിച്ചിട്ട് അവരെ പിടിക്കപ്പെട്ടാൽ പറയും ഫ്രാങ്കാണെന്ന്. അറിയോ? അത് അക്ബറിൻ്റെ കണ്ടുപിടുത്തം. അക്ബർ പറയുന്നത് എടാ ഷോനവാസേ നിനക്ക് അണ്ണാക്കി പിരികെട്ടി പോയല്ലോടാ. അക്ബറിനോടാ പറയുന്നത്, ഷാനവാസിൻ്റെ മുഖത്ത് നോക്കിയല്ല പറയുന്നത്. അന്ന് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നില്ലേ, അതേപോലെ ഇപ്പോൾ അവൻ വാ മൂടിയിരിക്കുന്നുണ്ട. അപ്പാനി പറയാം വായ അടച്ച് മിണ്ടാതെ അകത്തോട്ട് കയറി പോയണ്ട. ഇപ്പം അവൻ്റെ വായ അടപ്പിച്ചില്ലേ, കർമ്മ. ഇതാണ് കർമ്മ. അവനവൻ ചെയ്യുന്ന തെറ്റിന് അവനവന് കർമ്മമായിട്ട് വരും എന്ന് സംസാരിച്ച വിഷയമല്ലേ അക്ബർ ചോദിക്കുന്നത്. ആന്നളിയാ ഞാനന്ന് എന്തോരം അനുഭവിച്ചു വിട്ടിരുന്നു. ഞാനപ്പോൾ നിന്നോടൊന്ന് ചോദിക്കുന്നുണ്ടാ എന്താടാ പ്രശ്നം. ഇപ്പം എനിക്ക് ക്ലാരിറ്റിയായി. ഷാനവാസ് വാ തുറന്നാൽ അവൻ്റെ അന്ത്യമാണ് അക്ബർ പറയാ. ഷാനവാസാന്ന് തോന്നുന്നു അകത്തോട്ട് പോയത്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞാണോ പോയാണൊക്കെ തോന്നി. അപ്പോൾ അക്ബർ പറയാം അയ്യേ അതെന്താടാ അവൻ അങ്ങനെ കാണിക്കുന്നത്, അത് നോക്ക് അയ്യേ പട്ടിഷോ കാണിക്കുന്നത്, അവൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ അപ്പാനി ചോദിക്കുന്നത് അതെന്താടാ അവൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ അക്ബർ അതിനുള്ള വിശദീകരണം കൊടുക്കുക. ചില പാർട്ടിക്കാർ കണ്ടില്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല, ഒന്നും പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ അവർ മൈക്കൊക്കെ എടുത്തിട്ടിട്ട് ഓടുന്നത്. മൈക്ക് വലിച്ചെറിഞ്ഞ് കളിച്ചിട്ട് ദേഷ്യം നടിച്ചിട്ട് അവർ ഇറങ്ങിപ്പോത്തില്ല സ്റ്റേജിൽ നിന്ന്. അതേണക്കുള്ള പട്ടിഷോയാണ്. ഇതാണ് അവൻ അന്ന് മെയിൽ ഷോമിനിസ് എന്ന് പറഞ്ഞപ്പം ആക്ഷൻ കാണിച്ചത്. ഇങ്ങനെ തന്നെയാണ് കാണിച്ചത്. എന്താടാ ഇപ്പം അങ്ങനെ കാണിച്ചതെന്ന് അപ്പാന്ന് ചോദിക്കാൻ പറഞ്ഞു. അത് നമ്മളെ കാണിക്കാൻ അവന് മനസ്സിലായി നമ്മൾ സംസാരിക്കുന്ന ഷാനവാസിനെയാണെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന തെണ്ടിത്തരത്തിന് ഇവനാണ്, ഈ ഷാനവാസാണ് ആ തെണ്ടിത്തരം കാണിച്ചതെന്ന് ബിൻസി പറഞ്ഞാൽ ഈ ആണത്തത്തിൻ്റെ കൊടിമരത്തിന് മേലെ നിൽക്കുന്ന ഇവന് മറുപടി പറയാൻ പറ്റുമോ? ഇവനെന്താ മറുപടി പറഞ്ഞൂടെ? ഇവൻ ആ സമയത്ത് മിണ്ടിയില്ലല്ലോ, ആ സഭയിൽ അത്രയും പേരുടെ മുമ്പിൽ ഇവൻ മിണ്ടിയില്ലല്ലോ. ഇവനും അവളും കൂടെ പടച്ചുവിട്ട കാര്യത്തിന് ഞാൻ എന്തോരം അനുഭവിച്ചെന്നറിയോ അളിയാ. എന്നിട്ടും ഞാൻ കളഞ്ഞളിയാ. പോട്ടെ ഒരു ജീവിതം ഉള്ളതല്ലേ, പോട്ടെ. എല്ലാവർക്കും ഓരോ ലൈഫുള്ളതല്ലേ, പോട്ടെ. ക്ഷമിച്ച് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക എത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു പോട്ടെ. ഇപ്പം അവളാണ് ബിൻസിക്കാണ് എന്ത് ക്ലാരിറ്റി വരുത്തേണ്ടത്. ബിൻസിയാണത് അവിടെ ചോദിച്ചത്. ക്ലാരിറ്റി വരുത്താനല്ലടാ, അതെന്തിനാണത് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, സൗഹൃദത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാണ് നീ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാരണമാണ് അവളത് ചോദിച്ചതെന്ന് അക്ബർ പറയുന്നു. ഷാനവാസ് നേരെ പോയത് ആദിലയുടെ നൂറയുടെ എടുത്തിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് ഇത് സംസാരിച്ചാൽ കൂടുതൽ വഷളാവും, അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കും, ഇവന്മാർക്ക് നല്ലതെന്ന് ഷാനവാസ് അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവിടെ അക്ബർ പറയാണ് അവിടെ പോയി വെളുപ്പിക്കുകയാണ്, പറഞ്ഞ ഇത്രയും വെളുപ്പിച്ച് എടുക്കാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പം ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.